ഉച്ചവിളാകത്തെ ഉരുവം ഭാഗം 11. സുരേഷിന്റെ വണ്ടി രാവിലെ പുത്തൻ വീട്ടിലെത്തി. പപ്പൻ വലിയ ഉത്സാഹത്തിലായിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് മ്യൂസിയത്ത് പോകും. അതിലാണ് അവന്റെ ചിന്ത മുഴുവൻ. പിന്നെ കാഴ്ച ബംഗ്ലാവും. നാരായണപിള്ള അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയിരിപ്പുണ്ട്. നെറ്റിയിലെ ചുളിവുകൾ മറച്ചുകൊണ്ട് ഒരു നീളൻ ഭസ്മക്കുറി ചാർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിന് മരുമോൻ വാങ്ങിക്കൊടുത്ത സെറ്റുമുണ്ടാണ് വേഷം. സുലോചനയും കുമാരനും വീട് പൂട്ടിയിറങ്ങി. ഇന്ന് പപ്പനാവന്റെ കോവിലിൽ എന്തെണ്ണ വിശേഷം? സുരേഷിന്റെ ചോദ്യം. ഒന്നുമില്ലടാ, അമ്മ കുറേ നാളായി പറയണ്, അങ്ങനെ പോവാൻ നിരീച്ച്. കുമാരൻ മറുപടി പറഞ്ഞു. സുരേഷിന്റെ കറുത്ത അംബാസഡർ പുത്തൻ വീട്ടിലേക്കുള്ള മൺപാത പിന്നിട്ട് നാട്ടുപാതയിലൂടെ പൊടി പറത്തിക്കൊണ്ട് നീങ്ങി. തെക്കതിന്റെ പിൻവശത്തു കൂടിയാണ് റോഡ് പോകുന്നത്. അവിടെ നിറയെ ആളുകളെ കാണാം. കുമാരൻ മുഖം തിരിച്ചു. അങ്ങോട്ടേക്ക് നോക്കരുത്, അയാൾ സ്വയം പറഞ്ഞു. സുലോചന അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ നെടുവീർപ്പിട്ടു. നാരായണപിള്ള കൈകൂപ്പി. എന്റെ മുതുക്കാ, നീയേ തൊണ. സുരേഷ് അത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാണിയമ്മോ, മുതുക്കനെ ആര് കാക്കുക എന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആ സംസാരം നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് സുലോചനയ്ക്ക് മനസ്സിലായി. അവൾ ഇടപെട്ടു. എടാ, ചെല്ലമ്മയ്ക്കൻ എങ്ങനെയുണ്ട്? കാലിന് നീര് പെയ്യാ? ഓ, ഒരു പരുവത്തിൽ പോണി ചേച്ചി. സുരേഷിന്റെ അമ്മയാണ് ചെല്ലമ്മ. നല്ല പ്രായത്തിൽ ആ നാട്ടിലെ വലിയ ചുമരെടുപ്പുകാരിയായിരുന്നു അവർ. ഇപ്പോൾ തളർവാദം വന്ന് കിടപ്പാണ്. നടക്കാനൊന്നും പറ്റില്ല. ഏക മകനാണ് സുരേഷ്. കുറെ നാൾ ഗൾഫിലായിരുന്നു. അവിടെ എന്തോ പ്രശ്നത്തിൽപ്പെട്ട് കുറച്ചുനാൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. തിരികെ വന്നത് കയ്യും വീശിയാണ്. വലിയ സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു പിന്നീട്. ഉണ്ടായിരുന്ന കുറേ സ്ഥലം വിൽക്കേണ്ടി വന്നു. ബാക്കിയുണ്ടായിരുന്ന പണം ഉപയോഗിച്ച് ഒരു കാർ വാങ്ങി. അതാണ് ഇപ്പോൾ ആകെയുള്ള സമ്പാദ്യം. സുരേഷ് നല്ല അധ്വാനശീലനാണ്. എത്ര ദൂരം ഓട്ടം വിളിച്ചാലും അയാൾ എത്തും. ചെല്ലമ്മയ്ക്ക് സഹായത്തിന് അടുത്ത വീട്ടിലെ സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടാണ് അയാൾ ഓട്ടം പോകുന്നത്. മെയിൻ റോഡിൽ എത്തിയതോടെ സുരേഷിന്റെ വണ്ടി ശരവേഗത്തിലായി. മുന്നേ പോകുന്ന വണ്ടികളെ ഓവർടേക്ക് ചെയ്തു പോയപ്പോൾ പപ്പൻ കൈയടിച്ചു. കുമാരൻ പുഞ്ചിരിച്ചു. കുമാരന്റെ മുഖം തെളിഞ്ഞപ്പോൾ ആശ്വാസം വന്നത് സുലോചനയ്ക്കാണ്. അയാളെ മറ്റാരെക്കാളും അവർക്ക് മനസ്സിലാവും. സുരേഷിന്റെ വണ്ടി കിഴക്കേക്കോട്ട കടന്ന് ശ്രീ പത്മനാഭസ്വാമിയുടെ മുന്നിലെത്തി. പത്മതീർത്ഥക്കുളത്തിനു സമീപം അയാൾ വണ്ടി പാർക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾ പെയ്യിട്ട് വാ, സുരേഷ് പറഞ്ഞു. നീ വരണില്ലേ? കുമാരൻ ചോദിച്ചു. ഇല്ല, ഞാൻ അങ്ങേരുമായി സ്വല്പം തെറ്റി നിൽക്കുകയാണ്. നിങ്ങൾ പോ. അവൻ വരണില്ലെങ്കിൽ വരണ്ട, നിങ്ങൾ വാ. സുലോചനയ്ക്ക് ദേഷ്യം വന്നു. പപ്പന്റെ നിക്കറഴിച്ചു, ഒരു മുണ്ടുടുപ്പിച്ചു, ഷർട്ടഴിച്ച് വണ്ടിയിൽ വെച്ചു. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് നടന്നു. സുലോചന കുമാരനെ ശ്രദ്ധിച്ചു. അയാളുടെ മുഖത്ത് ശാന്തത. സുലോചനയ്ക്ക് സമാധാനമായി. നാരായണിപിള്ളയുടെ ഉത്സാഹം പറഞ്ഞറിയിക്കാൻ വയ്യ. അവർ ചുറ്റും നോക്കി. തന്റെ കുട്ടിക്കാലത്തിന്റെ മൂകസാക്ഷി പത്മതീർത്ഥവും ശ്രീ പത്മനാഭനും. ഒരു പുതിയ ഊർജം കിട്ടിയ ആവേശത്തോടെയാണ് അവർ നടന്നത്. പത്മനാഭൻ പിള്ളയുടെ കൈ പിടിച്ച് എത്ര തവണ ഈ അമ്പലനടയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ പത്മനാഭനെ തൊഴുതു നിന്നിട്ടുണ്ട്. അവർ പടവുകൾ വേഗത്തിൽ നടന്നു കയറി. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തേജസ്വിയായ ഒരു വൃദ്ധൻ പുറത്തേക്കിറങ്ങുന്നുണ്ടായിരുന്നു. കൂടെ ഒരു പറ്റം ആളുകളും. അദ്ദേഹം എല്ലാവരെയും നോക്കി ചിരിച്ചു കൈകൂപ്പി. നാരായണിപിള്ളയുടെ അടുത്തെത്തി. നാരായണിപിള്ളയുടെ കണ്ണു നിറഞ്ഞു. ഒടയതമ്പുരാൻ, മഹാരാജാവ് തിരുമനസ്. നാരായണിപിള്ളയുടെ മനസ്സ് പിടഞ്ഞു. ഇരച്ചുകയറിയ ഊർജം പകുതിയും ചോർന്നുപോയി. അദ്ദേഹം നാരായണിപിള്ളയുടെ നേരെ കൈകൂപ്പി മെല്ലെ പറഞ്ഞു. നല്ല മുഖപരിചയം. നാരായണിപിള്ള പൊട്ടിക്കരഞ്ഞു. അയ്യോ, എന്തുപറ്റി? കുമാരനും സുലോചനയും അമ്പരന്നു. അങ്ങനെ എന്റെ അമ്മച്ചി ഓർമ്മയുണ്ടോ? ആരാ അവർ? അദ്ദേഹം ചോദിച്ചു. മീനാക്ഷി പിള്ള തങ്കച്ചി. അദ്ദേഹത്തിന്റെ മുഖം വിടർന്നു. ഒറ്റ തവണ കണ്ടപ്പോ തന്നെ തോന്നി നല്ല പരിചയമുണ്ടല്ലോ എന്ന്. നാരായണിക്ക് സുഖാണോ? ഇനി എന്തൊരു സുഖം അങ്ങന്നേ. അദ്ദേഹം അവരെ താണു തൊഴുതു. കുമാരനോടും സുലോചനയോടും വിശേഷങ്ങൾ ചോദിച്ചു. പപ്പന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. മെല്ലെ അമ്പലത്തിന്റെ പടവുകൾ ഇറങ്ങി. പപ്പൻ ആ മനുഷ്യനെ തന്നെ നോക്കി നിന്നു. ക്ഷേത്രമുറ്റത്തേക്ക് ശംഖമുദ്ര പതിച്ച ഒരു വെളുത്ത കാർ വന്നു നിന്നു.
അകത്തേക്ക് കയറും മുന്നേ അദ്ദേഹം ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അദ്ദേഹം ചിരിക്കാൻ ശ്രമിച്ചു. തോളിൽ കിടന്ന മേൽമുണ്ടുകൊണ്ട് കണ്ണു തുടച്ചു. കാറിൽ കയറി മടങ്ങി. പപ്പൻ ആ വണ്ടിയിൽ തന്നെ നോക്കി നിന്നു. ആ കാറിന്റെ പിറകിലെ ശംഖുമുദ്ര അവൻ ശ്രദ്ധിച്ചു. അമ്മുമ്മ പറയാറുള്ള കഥയിലെ രാജാവ് ഇതാണോ? അവന്റെ ചിന്തകൾ പല വഴിക്കായി. കുമാരൻ അവന്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. നാരായണപിള്ള വിറച്ചു വിറച്ചു നടന്നു. ശ്രീകോവിലിനു മുന്നിൽ നിന്ന് അവർ കണ്ണടച്ച് തൊഴുതു. എന്റെ പപ്പനാവാ! അവരുടെ ശബ്ദമിടറി. ഇരുട്ട് നിറഞ്ഞ ശ്രീകോവിലിൽ അരണ്ട വെളിച്ചത്തിൽ പത്മനാഭ പെരുമാൾ പള്ളി കൊള്ളുന്നു. നാരായണിപിള്ള കണ്ണടച്ചു തൊഴുതു. അവരുടെ മനസ്സിലൂടെ അമ്മയും അച്ഛനും ഒക്കെ കടന്നുപോയി. ഉടപ്പിറന്നവരുടെ മുഖം തെളിഞ്ഞു വന്നു. പിന്നിട്ടു പോന്ന വഴികൾ തിരികെ വിളിക്കും പോലെ. ഇനി ഈ തിരുനടയിലെത്തുമെന്ന് ഉറപ്പില്ല. എന്റെ പപ്പനാവാ, ഇതവസാനത്തെ വരവാണ്. ഇനി എന്നെ കാണാൻ നീ അങ്ങോട്ടേക്ക് വരണം. ഈ ഉള്ളവൾ മടങ്ങുന്നു. അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകി. കുമാരൻ അവരുടെ കൈ പിടിച്ചു നടന്നു. ഈ സമയം ഉച്ചവിളാകത്തെ തെക്കതിൽ ദേവപ്രശ്നം നടക്കുകയായിരുന്നു. ചക്കളത്തെ കണിയൻ സുബ്രഹ്മണ്യൻ രാശിപ്പലകയിൽ കാവടിയൊഴിഞ്ഞു. കരപ്രമാണിമാർ പരസ്പരം നോക്കിയിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ. തെക്കതിലെ കരിമ്പനയും ചെമ്പകവും കൂവളവും രാശിപ്പലകയിൽ കണ്ണും നട്ടു നിന്നു. ഉച്ചളത്ത് തോടുപോലും കാതുകൂർപ്പിച്ച് മെല്ലെയാണ് ഒഴുകിയത്. സുബ്രഹ്മണ്യൻ ഏറെ നേരം മൗനം പൂണ്ടിരുന്നു. എങ്ങും നിശബ്ദത. കുറെ കഴിഞ്ഞ് അയാൾ ചോദിച്ചു, ഇവിടെ മുതുക്കനും മറ്റു മൂർത്തികൾക്കും നീരും പൂവൊക്കെ കൊടുക്കണതാരാ? സദാശിവൻ നായർ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു. പുത്തൻ വീട്ടിലെ കുമാരനാ. അയാൾ ഇക്കൂട്ടത്തിലുണ്ടോ? ജോൾസിന്റെ ചോദ്യം. ഇല്ല, രാവിലെ കാറിൽ കയറി എങ്ങോട്ടോ പോണത് കണ്ട്. അയാൾ വേണ്ടതായിരുന്നു. ജോൽസൻ തുടർന്നു. അയാൾ എന്തൊരു മന്ത്രമാണ് പറയണതെന്ന് അറിഞ്ഞൂടാ. ഇവിടുത്തെ മൂർത്തി അയാളിൽ വളരെ പ്രസന്നനാണ്. മൂർത്തിക്ക് അത് മതിയെന്നാണ് പ്രശ്നത്തിൽ തെളിയണത്. ഇതുപോലെ എല്ലാം മതിയെന്നാണ് കാണണത്. പിന്നെ അറുകല മൂർത്തിക്കും യക്ഷിക്കും പ്രത്യേകം തറകെട്ടി അവരെയും സന്തോഷത്തോടെ നിലനിർത്തണം. എന്നും നട തുറന്ന് മുതുക്കന് തൊന്തരവുണ്ടാക്കരുതെന്നും കാണുന്നു. ആ കുമാരനോട് പറ, മനസ്സറിഞ്ഞ് അയാൾ വിളിക്കണത് ഒടയ തമ്പുരാൻ കേൾക്കണുണ്ടെന്ന്. കരക്കാർ പരസ്പരം നോക്കി. ഇതെന്ത് മായം? പ്രശ്നം കഴിഞ്ഞ് കണിയാൻ തെക്കത് വിട്ടു. നാട്ടുകാർ ഒട്ടും തൃപ്തി വരാതെയിരുന്നു. ഒരു കൂട്ടർ കുമാരന്റെ കൂടെയായിരുന്നു. കൊമരുവണ്ണം വിളിച്ച തമ്പുരാൻ കേക്കുമെന്ന് പറയണത് വെറുതെ അല്ല. മുതുക്കൻ അത് മതിയെങ്കിൽ പിന്നെ എന്തരനാണ് ഈ പഞ്ചായത്ത് കൂടണത്? എന്നാൽ മറ്റൊരു കൂട്ടർ ശക്തിയുക്തം വാദിച്ചു. ഈ നാടിന്റെ ഐശ്വര്യമാണ് തെക്കതും കാവും. അത് പുനരുദ്ധരിച്ചേ പറ്റൂ. വിവരമുള്ള വേറെ വല്ലവരെയും കൊണ്ട് പ്രശ്നം വെച്ചു നോക്കാം. അങ്ങനെ അന്നത്തെ ദേവപ്രശ്നം മറ്റൊരു പ്രശ്നത്തിന് തിരികൊളുത്തി. തിരുവനന്തപുരം പര്യടനമൊക്കെ കഴിഞ്ഞ് കുമാരനും കുടുംബവും പുത്തൻ വീടിന്റെ പടി കയറുമ്പോൾ ആ നാട് അയാളെ ചൊല്ലി രണ്ട് കരയായി മാറിക്കഴിഞ്ഞിരുന്നു. കിടന്നപ്പോൾ അയാളുടെ മനസ്സിലൂടെ ആ വരികൾ വീണ്ടും അലയടിച്ചു. അക്കാരത്തെ കാട് മൊത്തം വാന്തി വാന്തി തീർക്കണടോ, ഇക്കാരത്തെ നാട് മൊത്തം വിറ്റ് വിറ്റ് തൊലയ്ക്കണടോ, നടുക്കൊരു കൊതിയൻ വന്ന് എത്തി എത്തി നോക്കണടോ, അവൻ്റെല് വാത്തലമുറ്റിയ കത്തിയൊന്ന് ഇരിക്കണടോ.